ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ് പറയുക, നമ്മളൊരു പെൻ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേഗം തന്നെ ഇതിൻ്റെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വേഗം തന്നെ ഈ ഇതൊക്കെ ഒട്ടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഈ നമ്മൾ പിങ്ക് കളർ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കിറ്റീൻ്റെ ഒരു പെൻസിൽ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വേഗം തന്നെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിക്ക് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കിനി അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇത് ഒട്ടിച്ചുകൊണ്ട് ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് സെല്ലോ ടൈപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡിയാക്കാം. അതിന് മുമ്പ് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് വീണ്ടും സെല്ലോ ടൈപ്പ് വെച്ച് നോക്കാം. സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഇതിപ്പോൾ അടി കൂടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേലേക്ക് ഇത് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് വേറെ രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സർക്കിൾ ഷേപ്പിൽ ഞാനൊരു ഐഡിയ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം. വേഗം തന്നെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ ഞാൻ റെഡിയാക്കിയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വേഗം തന്നെ കട്ട് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഈ ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിന് പകരം. അപ്പോൾ വേഗം തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സർക്കിൾ വരച്ചെടുക്കാം. സർക്കിൾ വരച്ച് ചെയ്യാനുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. 3, 2, 1. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യേ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 തവണ ആയിട്ട് 2 പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഒന്നും അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നമായത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി ബാക്കിയൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അപ്പുറത്തേലും ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുവാണെന്ന് ഞാൻ ചെയ്യാം, പറ്റുവാണെന്ന് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫൈനൽ റിസൾട്ട് വരയ്ക്കും എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. വേഗം തന്നെ ഇവിടെ ഗമ്മ് തേച്ചിട്ട് നമുക്ക് ചെയ്യാം. വേഗം തന്നെ ഗമ്മ് തേച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിത് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഇതിപ്പോൾ കൊള്ളാവുമോ എന്ന് എനിക്കറിയില്ല. സാധനം കേടുവരുമൊന്നും അറിയില്ല. ശരി, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഉണങ്ങണം നേരം നമുക്ക് വേറെ 2 കൈയും പിന്നെ തലയൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ കൈയും തലയും കൂടി ഈ പേപ്പറിൽ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൽ കൈയും തലയും കൂടി റെഡിയാക്കാം. ഇത് ഞാൻ ഇപ്പോൾ വരച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ വരയ്ക്കുകയാണ് ഞാൻ. ഇത് ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ഈ പെന്ന് വെച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പോസ് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ചെവിയാണ് വരയ്ക്കുന്നത്. ചെവി കുറച്ച് ചെറുതായോ എനിക്ക് ഡൗട്ടുണ്ട്, ചിലപ്പോൾ അതിന് ഞാൻ മാറ്റിട്ടോ. ഓക്കെ, അപ്പോൾ ഈ മുഖം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ മറ്റേത് മാറ്റിയിരുന്നു. മറ്റേത് ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രം ഞാൻ ഇനി ചെയ്യണുള്ളൂ. ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെവിയും കൂടി വയ്ക്കാൻ പോവാണേ. ചെവി വന്നു. അപ്പോൾ ചെവി വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ചും കൂടി ഭംഗിയായി. ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. ഇവിടെ മൊത്തം പ്ലെയിനായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. ഇനി താഴെയൊക്കെ നല്ല പ്ലെയിനായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനിവിടെ എന്തെങ്കിലും ഒരു പോസ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ പോസ് പോലെ വല്ലതും ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. എന്തെങ്കിലും നോക്കണം നമുക്ക്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. വേഗം തന്നെ പോസ് വന്നു ഗൈസ്. അപ്പോൾ പോസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പോസ് ഇവിടെ എനിക്ക് നല്ല പ്ലെയിനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തേക്ക് തോന്നലില്ല. അപ്പോൾ ഇനി ഗൈസ് നമ്മുടെ വീഡിയോ കഴിയാനായി. പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മുടെ സംഭവം കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇനി നമുക്കിതിൽ പെന്നൊക്കെ വെച്ചിട്ട് കാണണ്ടേ. ഇതിൻ്റെ ഉള്ളിലേക്ക് പെന്നിടാൻ എന്തായാലും പറ്റില്ല, കാരണം അത്രയും നീളം കൂടുതലുണ്ട് ഇതിന്. അതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ ഇവിടെ പെന്ന് വെച്ച് തുടങ്ങണേ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഭംഗി ഉണ്ടാവും, പിന്നെ കാണാനൊരു ലുക്കല്ലേ. ലുക്കിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇത് നല്ല യൂസ്ഫുള്ളാട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഈ കിറ്റിയുടെ സാധനം. ഇത് നല്ല ക്യൂട്ടും ആയിട്ടുണ്ട്. ഇങ്ങനത്തെ രീതിയിൽ പെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടും തോന്നുന്നുണ്ട്. ഈ പോസൊക്കെ വെച്ച് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.